ഒരു ഉണർത്തൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ നമ്മൾ പരിഭ്രമിച്ചു പോകും. ഈ ദുആയിൽ പറഞ്ഞൊരു വിഷയം, അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വ യഖീനൻ ലൈസ ബഅദഹു കുഫ്ർ. ഈമാനും യഖീനും ഉണ്ടായിരിക്കെ തന്നെ അതിനുശേഷം മനുഷ്യൻ കുഫറിലേക്ക് പോകുന്ന അവസ്ഥകൾ മനുഷ്യന് വരുമെന്ന് പേടിക്കണമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പം ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ പ്രമാണങ്ങളെ ഹദീസാണെങ്കിലും ഖുർആനാണെങ്കിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ ശറഇൽ അറിയപ്പെട്ട ഒരു വിഷയത്തെ നിഷേധിക്കുകയോ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകാൻ വരെ കാരണമാകും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു ഉസ്താദിൻ്റെ പ്രഭാഷണം വന്നു. എന്തോ സംഭവിച്ചത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത്. അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു? എന്തെങ്കിലും ഒരു ശൈത്വാനിയത്തായ ഫിത്ന അദ്ദേഹത്തിൻ്റെ മേൽ സംഭവിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. കാരണം ഒരു അറിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയില്ല, ഒരു വിവരമുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല, പറയൂല. എങ്ങനെ പറയാം? ഇമാം അഹ്മദ് തങ്ങളുടെയും മറ്റു സഹീഹുകളിലും നമ്മുടെ മുസ്നദുകളിലും സുനനുകളിലും ജാമിഅയിലും ഒക്കെ വന്നിട്ടുള്ള സഹീഹായ ഹദീസുകളുടെ നേരെ വിരുദ്ധമാണത്. മക്കയും മദീനയും രണ്ട് ഹറമുകളല്ലേ. മൻ ശാഅ അൻ യമുത് ബിൽ മദീനതി ഫൽയമുത് ബിഹാ. മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മദീനയിൽ പോയി മരിക്കണം എന്ന ഹബീബിന്റെ ഹദീസല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ വചനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. മദീനക്കോ മക്കക്കോ അങ്ങനെ ഒരു പുണ്യമില്ലെന്നോ അങ്ങനെ ശ്രേഷ്ഠതയില്ലെന്നോ എന്ന് പറയുന്നത് ഗുരുതരമായ അബദ്ധമാണ്, തെറ്റാണ്. അതൊരു ബോധ്യമുള്ള മനുഷ്യൻ ബോധത്തോടുകൂടെ പറയൂല. മുസ്ലിമായ ഒരു പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പറയൂല. പറഞ്ഞു പോയിട്ടുണ്ട്, അതിന് വീഡിയോ മോർഫിംഗ് ഒന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആര് പറഞ്ഞാലും ശരീഅത്ത് കൊണ്ടേ നമുക്കതിനെ വിധിക്കാൻ പറ്റുള്ളൂ. മസീഹുദ് ദജ്ജാൽ നല്ല മനുഷ്യനാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. അത്തഹിയ്യാത്തിന്റെ അവസാനം എന്താ ദ്വാരക്കണത്? വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. അവന്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന് ഉമ്മത്ത് മുഴുവൻ, അമ്പിയാക്കന്മാർ മുതൽ നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ദുആ ചെയ്തു പോരുന്ന ഒരു വിഷയം, ആൾ നല്ല മനുഷ്യനാണെന്ന് എന്തർത്ഥത്തിൽ അതിന് വ്യാഖ്യാനമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. ഇല്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്, പിഴവാണ്. അത് പറയാനുണ്ടായ സാഹചര്യം അയാൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. അത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നു? മനുഷ്യൻ നമ്മൾ ഈ പറഞ്ഞ അല്ലാഹുമ്മ അഅ്തിനി ഈമാനൻ വ യഖീനൻ ലൈസ ബഅദഹു കുഫ്ർ. ഈമാനും യഖീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോകാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു സിഹ്ർ സംഭവിച്ചതാണോ, എന്തെങ്കിലും ഒരു കണ്ണീർ കൊണ്ടുപോയതാണോ, എന്തെങ്കിലും വേറെന്തെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണോ അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയില്ല. ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ തൊട്ടടുത്ത ദിവസങ്ങൾ സംസാരത്തിനുണ്ടായത്. അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടേ ഒരു മുസ്ലിമിന് സംസാരിക്കാൻ പാടുള്ളൂ. മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് ഹദീസ് വന്ന വിഷയമാണ്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, സുനൻ തിർമിദിയിൽ ഹദീസുണ്ട്, അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ഹദീസുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ മുഴുവനും അവൻ ഏറ്റവും വലിയ ഫിത്നയാണെന്നും അവൻ്റെ കയ്യിലുള്ള നിങ്ങൾ കാണുന്ന തീ എന്ന് പറയുന്നത് തീ അല്ലെന്നും അവൻ കാണിക്കുന്ന സ്വർഗം അത് നരകമാണെന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ടായിരിക്കെ അവൻ നല്ല ആളാണെന്ന് പറഞ്ഞ് ജൂതന്മാർ മാത്രമാണ്, അവർ മാത്രമാണ് ഇന്നും അയാളെ കാത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ വിമോചകനായിട്ട് വരുമെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളല്ല. നമുക്കത് ഫിത്നയാണ്. നബി തങ്ങൾ അന്തറ നൂഹുൻ അലൈഹിസ്സലാം ഖൗമഹ്, മൂസാ നബി നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം താക്കീത് ചെയ്ത ആളാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ താക്കീത് ചെയ്തു. അതിലും വലിയൊരു ഫിത്ന ഇനി ലോകത്ത് വരാനില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ഒരാളെ പറ്റി ആൾ നല്ല ആളാണെന്ന് എങ്ങനെ പറഞ്ഞു? ഒരു പക്ഷേ അതിന് വ്യാഖ്യാനമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം.
എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന്, അല്ലെങ്കിൽ അത് നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുമാണ് എന്ന് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും വേണ്ടി പറയാൻ. അതിനനുബന്ധമായി പറഞ്ഞ വേറെയും വിഷയങ്ങളുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതോ ആണെങ്കിൽ അല്ലാഹു തആല അത് ശിഫയാക്കി കൊടുക്കട്ടെ. കാരണം ഒരുപാട് കാലം ദീനിനും സമൂഹത്തിനും ഖുർആനും ഒക്കെ ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യനാണ്. അയാളിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതല്ല അദ്ദേഹം പറഞ്ഞതിന് ഏതെങ്കിലും ആന്തര അർത്ഥങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വിവരിക്കാൻ ബാധ്യസ്ഥനാണ്. ഉമ്മത്തിനോട് തുറന്നു പറയണം. അല്ലാത്ത പക്ഷം അത്തരം ആളുകൾക്ക് ഒരു ബുദ്ധിസ്ഥിരതയോ ഓർമ്മസ്ഥിരതയോ വരുന്നത് വരേക്കെങ്കിലും കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ജാഗരൂകരാകണം എന്ന് പൊതുജനങ്ങളോട് അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഇൽമിൽ, നമ്മുടെ ഈമാനിൽ അള്ളാഹു താല ഇസ്തിഖാമത്തിലും അള്ളാഹു താല അടിയുറച്ചു നിൽക്കാൻ ഭാഗ്യവും തൗഫീഖും അള്ളാഹു നൽകട്ടെ. ഇതൊരു വലിയ ഫിത്നയാണ്. എങ്ങനെ അത് സംഭവിക്കുന്നു, എങ്ങനെ അതായിപ്പോകുന്നു, നമ്മൾ ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ ഈമാനും യഖീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോയേക്കാം. ഇമാം മഹ്ദി ഇമാമിനെ സംബന്ധിച്ചൊന്നും അങ്ങനെ ബഹുദൈവ ആരാധന ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ ഖിലാഫത്തല്ലേ അദ്ദേഹം ഏറ്റെടുക്കാൻ വരുന്നത്? മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരിക. അങ്ങനെ മുസ്ലിമീങ്ങളല്ല കൂടെ ഉണ്ടാവുക. അത് പിന്നെ അവിശ്വാസികളാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എനിക്ക് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ചില ദ്വയാർത്ഥങ്ങളുള്ള വാക്കുകൾ പറയാറുണ്ട്. അങ്ങനെ വല്ലതും പറയാണോ എന്ന് എനിക്കറിയില്ലേ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പക്ഷേ ആ പറഞ്ഞ ആശയങ്ങൾ അവാസ്തവമാണ്, തീർത്തും അബദ്ധജടിലമാണ്. ആ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് അബദ്ധജടിലമാണ് എന്ന് ദീനിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും പുറത്തു തരട്ടെ. പറഞ്ഞുപോയ വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ചത് തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത്. മദീന സ്വന്തം നാട്ടിലേക്ക് വരുമെന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു ബുദ്ധിയുള്ള ഒരാൾ പറയില്ലത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മദീന എന്താണ്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടല്ലേ അത്. ആ നാട്ടിലേക്കല്ലേ അല്ലാഹുമ്മ അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖ്. അങ്ങനത്തെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തൊക്കെ വരുമെന്നാണ് പറയേണ്ടത്? അതൊക്കെ ഭയങ്കര മോശമല്ലേ? അതുകൊണ്ട് പൊതുജനങ്ങൾ ദീനായിട്ട് പറയുന്നത് നമുക്ക് തല വേണം, ബുദ്ധി വേണം. മനുഷ്യന്മാരെന്ത് ചെയ്യരുത്, എന്തിനു ചിന്താബാധ വിളിക്കുന്നവരല്ല നമ്മൾ. സമസ്തകളെ ജമിയത്തുൽ ഉലമ അങ്ങനെയാണ്. വ്യക്തികളെ പൂജിക്കുക ആരാധിക്കുക അല്ല സമസ്തയുടെ രീതി. തെറ്റുകൾ തെറ്റാണെന്ന് പറയണം, അത് പറയുകയും ചെയ്യും. തിന്മകൾ തിന്മകളാണ്, നന്മകൾ നന്മകളാണ്. ആ ഒരു പാരമ്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ജാഗരൂകരാകണം, ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് ഹിദായത്ത് അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. അതാർക്കും നഷ്ടപ്പെട്ടു പോകാതെ അല്ലാഹു കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും വലാലത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ